ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഏറിവരുന്ന പിന്തുണയെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആരോഗ്യമന്ത്രി സമരം ഒത്തുതീർപ്പാക്കാൻ ഇനിയും ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നതിൽ അറിയിപ്പുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. CITU സമരക്കാർക്ക് എതിരായ നിലപാട് തുടരുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും സമരസമിതി നേതാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം ഇന്ന് 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിപക്ഷ യുവജന സംഘടനകളും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ UDFന്റെ മുതിർന്ന നേതാക്കളുമടക്കം കഴിഞ്ഞ ദിവസം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് BJP നേതാക്കളും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJPയുടെ നേതൃനിരയിലുള്ളവർ തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ്. ഈ സമരം ഒത്തുതീർപ്പിൽ ആക്കുന്നതിന് വേണ്ടി ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള ഇന്ന് മുഖ്യമന്ത്രിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുകയാണ് രാവിലെ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ ഒരു നീക്കം എങ്ങനെയായിരിക്കും? നമ്മൾ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡിമാൻഡ് നേടിയെടുത്തോണ്ടേ നമ്മൾ പോകത്തുള്ളൂ. ഇപ്പോൾ UDFലെ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവടക്കം KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ തുടക്കം മുതൽ തന്നെ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറഞ്ഞ് ചില കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. മറിച്ച് സംഘടനയാണ് സമരം നടത്തുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എല്ലാ ആളുകളും നമ്മളെ പിന്തുണയ്ക്കുന്നു. ഇന്നലെ ഇവിടെ BJPയുടെ അവരുടെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള V. മുരളീധരൻ വന്നു. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞത് ബിഷപ്പുമാരുൾപ്പെടെ ഇവിടെ വന്ന് നമ്മളോടൊപ്പം സമരം ചെയ്യാനിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർ പറയുന്ന ഒരു ന്യായം മാത്രമാണ്. സമരത്തെ അവഗണിക്കാനും സമരം വയ്ക്കുന്ന ഡിമാൻഡ് ചർച്ച ചെയ്യാതെ അതിന്റെ ന്യായയുക്തത ചർച്ച ചെയ്യാതെ ഇത് സമരത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. നിങ്ങളുടെ ജീവനക്കാർക്കിടയിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ടവർ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ CITU ഉൾപ്പെടെയുള്ള സംഘടനയുടെ നിലപാട് എന്താണ്? അവർ എന്തെങ്കിലും ചർച്ചയ്ക്ക് നിങ്ങൾക്ക് പിന്തുണയായിട്ട് വരുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ കാണുന്നത് അവര് സമരത്തിനെതിരായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് അറിയോ? ഇന്നലെ ചാനൽ ചർച്ചയിൽ നമ്മൾ പലപ്പോഴും പോകുന്നത് ഇവിടെ CITU ആണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ യൂണിയൻ. അപ്പോൾ ഇവർ വിചാരിച്ചാൽ വല്ലതും നടക്കുമെന്ന്. അതാണ് അവരുടെ മനോഭാവം. അവർ സമരം ചെയ്താലേ ഇവിടെ സമരം വിജയിക്കത്തുള്ളൂ. അതെന്ത് സമീപനമാണ്? അവർക്ക് പറ്റുന്നില്ല. ഇവിടെ ഒരു ആശമാർ വന്നിരിക്കുകയാണ് ജീവൽ പ്രധാനങ്ങളായ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ. അപ്പോൾ അവരും കൂടെ സമരത്തോടൊപ്പം ചേരുകയല്ലേ വേണ്ടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി, അതായത് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ടായാൽ നിങ്ങളൊരു ഒത്തുതീർപ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അല്ല, അത് ചർച്ച ചെയ്യുന്നതനുസരിച്ചല്ലേ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ, പറ്റുന്ന കാര്യങ്ങളാണോ പറയുന്നതൊക്കെ ചർച്ച വരുമ്പോഴല്ലേ അറിയാൻ പറ്റും. എന്തെങ്കിലും സൂചന തന്നിട്ടുണ്ടോ നിങ്ങളെ ഇനിയും ചർച്ചയ്ക്ക് അവിടേക്ക് വിളിക്കും എന്ന കാര്യത്തിൽ? ഇതുവരെ നമുക്കൊരു സൂചനയും തന്നിട്ടില്ല. അപ്പൊ അതുവരെ ഇങ്ങനെ സമരം തുടരാൻ തന്നെയാണ്. അത് അല്ലാതെ നമുക്ക് മാർഗമില്ലല്ലോ. നമുക്ക് സമരം വിജയിപ്പിച്ച് അല്ലെ ഈ ഡിമാൻഡുകൾ നേടിയെടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു ഭാരിച്ച ചെലവില്ലേ ഇവിടെ? ഇത്രയധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു, ഇവിടെ ഇരുന്ന് 3 നേരം ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഇതിന്റെ ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ കൂടി. നമ്മുടെ സമൂഹം നന്മ പറ്റിയിട്ടുള്ള സമൂഹമൊന്നുമല്ല. ഇന്ന് രാവിലെ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോബൻ തോമസ് ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 5000 രൂപ സംഭാവന തന്നിട്ട് പോയി. 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഈ സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിതിനെ അവഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. ഇതുപോലെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെയാണ് സമരം ശക്തമായി തുടരാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാകും ഇനി ഉണ്ടാകുക എന്നാണ് അറിയാനുള്ളത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.